ബോട്ടക്സ്, കെരാറ്റിൻ, സ്ട്രൈറ്റനിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറ്. എപ്പോഴും സേഫ് ഏതാണെന്ന് ചോദിച്ചാൽ ബോട്ടക്സ് തന്നെയാണ്. കാരണം ഹെയർ ഫോൾ കുറയാനും ഹെയർ ഗ്രോത്തിനും എല്ലാം ബെസ്റ്റ് അത് തന്നെയാണ്. അതുപോലെ തന്നെ ബൊട്ടക്സ് എന്ന് പറയുമ്പോൾ നോർമലി സ്ട്രൈറ്റനിങ് എന്നൊരു ഡിഫറൻസ് ഉണ്ട്. സ്ട്രൈറ്റനിങ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്പാ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. ബൊട്ടക്സ് ഇന്ന് ചെയ്ത് നമുക്ക് അടുത്ത നെക്സ്റ്റ് ഡേ നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. പിന്നെ വരുമ്പോൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ് വേസ് ഷാമ്പൂവും കണ്ടീഷണറും നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് MKയുടെ പ്രോഡക്റ്റ്സ് ആണ്. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അഫോർഡ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വീക്ക്ലി വൺസ് നമ്മൾ ഷാമ്പൂ ചെയ്താൽ മതി, എന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു അറിവിൽ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കണ്ടന്റ് മാത്രം മതി, നിങ്ങൾക്കൊരു 7-8 മന്ത്സോളം ആ ഷാമ്പൂവും കണ്ടീഷണറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് MKയുടെ പ്രോഡക്റ്റാണ്, MKയുടെ മജസ്റ്റിക് പ്രോഡക്റ്റാണ്. 1600 ആണ് ഞാൻ ഹെയർ ചെയ്യുന്ന അവിടെ നിന്ന് വാങ്ങുന്നതുകൊണ്ട് ആ ഒരു റേഞ്ച്. ഇത് വരുന്നത് നമ്മുടെ കണ്ടീഷണറാണ്, ഇതും അതേ പ്രൈസ് തന്നെയാണ് വരുന്നത്. രണ്ടും കൂടി ഏകദേശം എത്ര എമൗണ്ട് ആയി കാണുമെന്ന് അറിയില്ല. ഓൺലൈൻ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു 1400-200 ആ ഒരു റേഞ്ചിൽ കണ്ടേക്കാം. പക്ഷേ ഹെയർ നല്ല ഷൈനിങ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിടക്കാൻ നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ MKയുടെ പ്രോഡക്റ്റ്സ് ബെസ്റ്റാണ്. പിന്നെ ബൊട്ടക്സ് ചെയ്യുമ്പോഴും കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ, നല്ലൊരു റേഞ്ച് ആവും. കാരണം പ്രോഡക്റ്റ് അത്രയും കോസ്റ്റ്ലിയാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി വൈസും നല്ലതായതുകൊണ്ട് എമൗണ്ട് ആ റേഞ്ചിൽ നിൽക്കത്തുള്ളൂ. സ്ട്രൈറ്റനിങ് മറ്റു കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്ത് ഹെയർ ഗ്രോത്തിനെ ഹെയർ ഫോൾ കുറയ്ക്കാനാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാണ് എനിക്ക് ഹെയർ ഫോൾ നല്ല രീതിയിലുള്ളത്. എന്നാലും ഒരു 6 മന്ത്സ് കൂടുമ്പോൾ ഞാൻ മാക്സിമം എന്തായാലും ഹെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കാരണം അപ്പോഴേക്കും മുടിയൊന്ന് ചുരുണ്ടു തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ MKയുടെ പ്രോഡക്റ്റ്സിലുള്ള ഇതുപോലെ തന്നെ ഇതിൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഷാമ്പൂ ഉണ്ട്, അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇത് തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ ഈ ഒരു 8-9 മന്ത്സോളം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത്. പിന്നെ ക്വാളിറ്റി വൈസ് ഹെയർ അല്ലേ, അതുകൊണ്ടും കൂടെയാണ്. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റും കൂടെയാണ്. അപ്പോൾ കുറച്ച് ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഈ 2 പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ.